ഒരു കാറിന്റെ കൂളിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ പാർട്സ് ഇരിക്കുന്നത് കേട്ടോ, എ സിയുടെ കൂളിംഗ് സിസ്റ്റത്തിന്റെ കേട്ടോ. കംപ്രസർ, കണ്ടൻസർ, കൂളിംഗ് കോയിൽ. നമ്മളിപ്പോൾ ഇത് 3 ചേഞ്ച് ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രസറിന്റെ കംപ്ലൈൻറ്റ് കാരണം കേട്ടോ. ഇത് 3 ചേഞ്ച് ചെയ്യൽ മാത്രമല്ല, നമ്മുടെ ഈ എ സിയുടെ ലൈൻസ് ഫുള്ള് നല്ല ക്ലീൻ ആയിട്ട് ഫ്ലഷ് ചെയ്തെടുക്കുകയും വേണം കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കംപ്രസർ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ്. കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം കാരണം ഇതിനകത്തുള്ള ഓയിൽ ഉണ്ടല്ലോ, ഓയിലിൽ മൊത്തം മെറ്റൽ കണ്ടൻറ്റ് വരും. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ ഓയിലായിട്ട് വരും. ആ ബ്ലാക്ക് കളർ ഓയിലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഓയിൽ മൊത്തം, ഈ മെറ്റൽ കണ്ടൻറ്റ് മൊത്തം ഈ കണ്ടൻസറിനകത്തോട്ടും കൂളിംഗ് ഓയിലിനകത്തോട്ടൊക്കെ വലിച്ചടിച്ചും കയറ്റും. അത് കയറ്റി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ചെറിയൊരു ട്യൂബുലാറിനകത്തുള്ള ലൈൻസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല. ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊക്കെ പല ആൾക്കാരും പറയും, പക്ഷേ പോസിബിൾ അല്ല. എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് തിരിച്ചെന്ത് ചെയ്യും, ഇതിനകത്തിരിക്കണമെന്ന് കംപ്ലീറ്റ് ക്ലീൻ ആവാതെ തിരിച്ച് നമ്മുടെ കംപ്രസറിനകത്തോട്ട്, പുതിയ ഇടുന്ന കംപ്രസറിനകത്തോട്ട് തിരിച്ച് കയറി വരും. ചില ആളുകൾ കംപ്രസർ മാത്രം മാറ്റിയിട്ടൊക്കെ വരാറുണ്ട്. വേറെ 10,000-20,000 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, രണ്ടാമത് പിന്നെയും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, കംപ്രസർ, കണ്ടൻസർ, കൂളിംഗ് ഓയിൽ, എക്സ്പാൻഷൻ വാൽവ്, അങ്ങനെ സാധനങ്ങൾ ചേഞ്ച് ചെയ്യുക. കംപ്ലീറ്റ് ലൈൻസ് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം പുതിയ കംപ്രസർ പിടിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, പെട്ടെന്ന് തന്നെ നിങ്ങൾ പുതിയ ഇടുന്ന കംപ്രസർ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ വലിയൊരു എമൗണ്ട് വരും. കാര്യം എ സി കൂളിംഗ് സിസ്റ്റത്തിലെ മെയിൻ പാർട്സാണ്. അത് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നതും മെയിൻ പാർട്സും ഈ 3 പാർട്സാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ഈ കംപ്രസറാണ്. ഈ കംപ്രസറിന് പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള പാർട്സ് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എ സി കംപ്രസർ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യുന്നതായി ചെയ്യരുത്. കാര്യം എന്ത് ചെയ്യും, കംപ്രസർ മാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ കണ്ടൻസറിനകത്തെയും കൂളിംഗ് കാലിനകത്തുള്ള ബ്ലാക്ക് ഓയിൽ മീൻസ് ഈ മെറ്റൽ കണ്ടന്റ് തിരിച്ച് കംപ്രസറിനകത്തോട്ട് വരും. ഈ കംപ്രസറിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ കംപ്രസറിനകത്തുള്ള ബോറിന് മൊത്തം തേയ്മാനം വന്ന് പെട്ടെന്ന് തേയ്മാനം വന്ന് കംപ്രസർ രണ്ടാമത് പുതിയ കംപ്രസർ അടിച്ചു പോകും. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് 3 കൂടെ ചേഞ്ച് ചെയ്യുക, ഫുള്ള് ഫ്ലഷ് ചെയ്ത് ക്ലീൻ ആക്കുക. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എ സി കുറച്ച് നാൾ കൂടുതൽ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും, കാശ് കുറേ പിന്നെയും പോകും.